ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ചെറുപയറും അവലും ഒക്കെ ഉണ്ടോ? ചെറുപയറും അവലും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ 4 മണി പലഹാരമാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, സുഖിയനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയ റെസിപ്പി സുഖിയനല്ല എന്ന് പറഞ്ഞ് ഞാൻ പേരിട്ടിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സുഖിയനായിരുന്നില്ല, സുഖിയൻ്റെ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. ഇതുപോലെയാണ് സുഖിയൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്തോളൂ. നമ്മുടെ ഈ അവല് ചേർത്തിട്ടുള്ള സുഖിയൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1.5 കപ്പ് ചെറുപയർ വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിക്കുന്നതിന് മുന്നേ ഉള്ള അളവാണ് 1.5 കപ്പ്. അതുപോലെ തന്നെ 1.5 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. 1.25 കപ്പ് തേങ്ങ ചിരവിയത് വേണം. ഒരു 200 ഗ്രാം ശർക്കര വേണം. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ 150 ഗ്രാം ശർക്കര എടുത്താലും മതി. നിങ്ങൾക്ക് മീഡിയം മധുരം മതി എന്നുണ്ടെങ്കിൽ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാൻ ചെറുപയർ വേവിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ജോലികൾ എളുപ്പത്തിൽ കഴിയും. അപ്പോൾ നിങ്ങൾ കറി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് ചെറുപയർ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുക. അപ്പോൾ ചെറിയൊരളവിൽ ഉപ്പിട്ടിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഈ ചെറുപയർ വേവിച്ച് വെച്ചിരിക്കുന്നത്. 1.5 കപ്പ് ചെറുപയറിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ശർക്കര മെൽറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മൈദപ്പൊടിയാണ്. മൈദപ്പൊടിയിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. പിന്നെ കൂടുതൽ ക്രിസ്പിയായി കുറച്ച് ബലം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർക്കാം. ഒരു 1.5 കപ്പ് മൈദപ്പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കാം. ഞാനിപ്പോൾ അരിപ്പൊടി ചേർക്കുന്നില്ല, മൈദപ്പൊടിയിൽ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ശർക്കര മെൽറ്റ് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാം. അപ്പോൾ നമ്മുടെ പാൻ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ശർക്കരയും മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ശർക്കര പാനി നമുക്ക് ആദ്യം പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളത്തിലാണ് ഞാൻ ശർക്കര മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ശർക്കരപ്പാനി ആഡ് ചെയ്യാം കേട്ടോ. ഏത് സ്റ്റേജിലാണെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ശർക്കരപ്പാനി ആദ്യം ചേർത്തു എന്നേ ഉള്ളൂ. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. ചെറുപയർ ചേർത്തിട്ട് ഇതൊന്ന് തിളച്ച് വരണം. ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുവരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറുപയർ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് കുഴഞ്ഞു പോകുന്ന രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുഖിയന് കറക്റ്റ് ഷേപ്പ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് കുഴഞ്ഞിരിക്കുന്ന രീതിയിൽ നന്നായിട്ട് പൊട്ടി വിടർന്ന് വരണം, പക്ഷെ കുഴഞ്ഞു പോകരുത്. ആ രീതിയിൽ വേവിച്ചെടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് 1.25 കപ്പ് എന്നുള്ളത് 1.5 കപ്പ് വരെ ചേർക്കാം. ഇപ്പോൾ ശർക്കരപ്പാനി തിളച്ചു തുടങ്ങി. അവല് ഈ ഒരു സ്റ്റേജിൽ ചേർക്കരുത്. അവല് വല്ലാതെ സോഫ്റ്റ് ആയി പോവും. അവലൊന്ന് ശർക്കരപ്പാനി തിളച്ച് പയറിലേക്കൊക്കെ പിടിച്ചു വന്നതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഏലക്കപ്പൊടിയാണ്. ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചു വെച്ചതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കാം. ഒരു 3/4 ടീസ്പൂൺ വരെ ഏലക്കപ്പൊടി ചേർക്കാം. ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതാണല്ലോ ചെറുപയർ, അതുകൊണ്ട് നമുക്ക് 3/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇളക്കുക. ഇത് വേഗം കഴിയുന്ന റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു മിക്സ് ഉണ്ടാക്കി വെച്ചിട്ട് ഇതിൻ്റെ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ കാര്യങ്ങളൊക്കെ നീങ്ങും. അപ്പോൾ നിങ്ങൾ 5 മണിക്കാണ് ചായ കുടിക്കുന്നതെങ്കിൽ ഒരു 3:30 ആകുമ്പോൾ ചെറുപയർ കുക്ക് ചെയ്യാൻ വയ്ക്കുക. ചെറുപയർ കുക്കായി കഴിഞ്ഞിട്ട് 4:30 ആകുമ്പോൾ ഈ ഒരു പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 5 മണിയാകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ കുറച്ച് സമയം നേരത്തെ ചെറുപയർ ഒന്ന് വേവിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ജോലികൾ വേഗം കഴിയും. അല്ലെങ്കിൽ രാവിലെ നമുക്ക് ചെറുപയർ വേവിച്ച് വയ്ക്കാം. പിന്നെ ഈ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു മിക്സ് റെഡിയാക്കി ചൂട് മാറി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നമുക്ക് 1-2 ദിവസം കഴിഞ്ഞിട്ട് ബോൾസാക്കി ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ബോൾസ് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്ത് മാത്രം എടുത്താൽ മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നൊരു കാര്യമാണിത്. അപ്പോൾ ഇനി ശർക്കരപ്പാനി ഒന്ന് കുറുകി വരട്ടെ. ഒരുപാട് വറ്റി പോകരുത്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ അവല് ചേർത്ത് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഒന്ന് തിളച്ചു ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അവല് ചേർത്ത് കൊടുക്കാം. അവല് ചേർക്കുമ്പോൾ മുഴുവനായിട്ട് ഒരുമിച്ച് തന്നെ ചേർക്കരുത്. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്, ലോ ഫ്ലെയിമിലല്ല. ഇനി വീണ്ടും അവല് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അവലിലേക്ക് ശർക്കരപ്പാനി ഒന്ന് പിടിച്ചു വരണം, പക്ഷെ വല്ലാതെ അങ്ങോട്ട് സോഫ്റ്റ് ആയി പോകണ്ട. ആ രീതിയിലാണ് നമ്മൾ അവല് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങളിത് ബോൾസ് ആക്കുമ്പോൾ കറക്റ്റ് ബോൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അരിപ്പൊടി ചേർക്കട്ടോ. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ട് ചെയ്യുന്നത്, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പയറിൻ്റെ വേവ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പൊടി ഒന്നും ചേർക്കാതെ തന്നെ ബോൾസ് ആക്കി എടുക്കാൻ പറ്റും.
ഇപ്പോൾ കണ്ടോ ശർക്കര പാനിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂട് കുറയാൻ വേണ്ടി വയ്ക്കാം. ചൂട് കുറഞ്ഞാലേ നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട ബാറ്റർ റെഡിയാക്കി എടുക്കാം മൈദപ്പൊടിയുടെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മൈദയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ കൂടുതൽ ക്രിസ്പി ആയിട്ട് കിട്ടും. നിങ്ങളുടെ ഇഷ്ടം പോലെ അതിൽ വ്യത്യാസം വരുത്താം. ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം കേട്ടോ, അപ്പോൾ വേഗം ചൂട് മാറിക്കിട്ടും നമുക്ക്. ഞാനൊരു വലിയ പ്ലേറ്റിലേക്കാണ് എടുത്ത് വയ്ക്കുന്നത്. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിടുകയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ചൂട് മാറി ഉരുട്ടിയെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ഫില്ലിങ് ഇതുപോലെ തന്നെ കഴിക്കാം കേട്ടോ. ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ സ്പൂണിൽ കോരി കഴിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ സുഖിയനായിട്ട് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. പൊരിച്ച പലഹാരങ്ങൾക്കെല്ലാം ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഞാനിതൊന്ന് ചൂട് മാറ്റിയെടുക്കട്ടെ. നമുക്ക് നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഈ സമയത്ത് ഞാനിപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടി ചേർക്കാം. വെള്ളത്തിലേക്ക് മൈദപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ മിക്സ് ആവാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ മിക്സ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ മൈദപ്പൊടിയിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് വെള്ളം ചേർത്ത് ഇളക്കിയെടുക്കുക. കുറച്ച് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക കേട്ടോ, ഒരുപാട് ലൂസായി പോവണ്ട. അതുപോലെ നമ്മൾ എല്ലാം പഴംപൊരിക്കൊക്കെ മിക്സ് ചെയ്യില്ലേ, അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ എന്തായാലും സുഖിയൻ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. സുഖിയൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ അവലും കൂടെ വരുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ നെയ്യ് ചേർക്കുന്നില്ല. താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇതുപോലൊരു കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക. ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടി മൈദപ്പൊടി ചേർക്കുന്നുണ്ട്, കുറച്ചുകൂടി ഒന്ന് തിക്കാവാനായിട്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയിലും സുഖിയൻ ഉണ്ടാക്കാം. ടേസ്റ്റ് കൂടുതൽ ശർക്കര പാനിയിൽ ഉണ്ടാക്കുന്ന സുഖിയനാണ് കേട്ടോ. അതപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ശർക്കര പാനിയിൽ തന്നെ ഉണ്ടാക്കി നോക്കൂ. പഞ്ചസാരയിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് അതാണ്. അപ്പോൾ നമുക്കൊരു വിസ്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കട്ടയൊക്കെ ഉടഞ്ഞു കിട്ടും. ഇല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചോ ഫോർക്ക് ഉപയോഗിച്ചോ ഒന്നിങ്ങനെ ബീറ്റ് ചെയ്തെടുത്താലും മതി. കട്ടയൊന്നും ഇല്ലാതെ കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി നമ്മുടെ സുഖിയൻ ബോൾസ് റെഡിയാക്കാം. ഇത് മാറ്റി വയ്ക്കാം. ബോൾസ് റെഡിയാക്കാനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ ചെറുപയറിൻ്റെ മിക്സ്, അത് ഇതുപോലെ കൈകൊണ്ട് തന്നെ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. ഒരുപാട് വലിയ ബോൾസും അല്ല, ഒരുപാട് ചെറിയ ബോൾസും അല്ല, ഒരു മീഡിയം വലിപ്പത്തിലുള്ള ബോൾസ് ആക്കി എടുക്കുക. സുഖിയൻ തീരെ ചെറുതായിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ മാവിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ. അത്യാവശ്യം കുറച്ച് പയറും മാവും എല്ലാം ചേരുമ്പോഴാണല്ലോ സുഖിയന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഈ ഒരു വലിപ്പത്തിലുള്ള ബോൾസൊക്കെ ആക്കിയെടുക്കുക. ചെറിയ ചൂടിൽ നമ്മൾ ബോൾസ് ഉരുട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉരുട്ടാൻ എളുപ്പമായിരിക്കും. പിന്നെ കയ്യിൽ വെള്ളമോ എണ്ണയോ ഒന്നും തടവേണ്ട ആവശ്യമില്ല കേട്ടോ. കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ കഴുകി തുടച്ചിട്ട് വീണ്ടും ഉരുട്ടിയെടുക്കുക, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നെയ്യ് തടവണമെങ്കിൽ തടവാം, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊന്നും തടവില്ലെങ്കിലും കയ്യിൽ അധികം ഒട്ടിപ്പിടിക്കില്ല. അരിപ്പൊടി ചേർക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ചെറുപയർ മാത്രം ഇതുപോലെ ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതെല്ലാം ബോൾസ് ആക്കി എടുക്കട്ടെ. നമ്മൾ നമ്മുടെ ബോൾസ് എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. കുറച്ച് ബാക്കി വന്ന ഫില്ലിങ് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അടുത്ത ദിവസത്തേക്കായിട്ട്. അതുപോലെ തന്നെ ഒരു കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയി, നമ്മൾ ഈ ഒരു മൈദപ്പൊടിയുടെ ബാറ്റർ റെഡിയാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ടില്ല. മിക്സ് ചെയ്തിട്ടേ നമ്മുടെ ബോൾസ് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിനി ഈ ബോൾസ് ഓരോന്നായിട്ട് ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് സുഖിയൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ബാറ്ററിലേക്ക് ഇതുപോലെ നമ്മുടെ ബോൾസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ബേക്കിംഗ് സോഡ ചേർക്കാതെയാണ് നമ്മൾ സുഖിയൻ ഉണ്ടാക്കാറുള്ളത്. പഴംപൊരിയിലാണ് ബേക്കിംഗ് സോഡ ചേർക്കാറുള്ളത്. ഒരു സമയത്ത് 6-7 എണ്ണം ഇട്ട് കൊടുക്കുക. നമ്മൾ എത്ര എണ്ണ വെച്ചിരിക്കുന്നതെന്നനുസരിച്ച് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കാം. ഞാനിപ്പോൾ ഒരു 5 എണ്ണം അല്ലെങ്കിൽ 6 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ചട്ടിയാണെങ്കിൽ നമുക്ക് 8 എണ്ണം വരെയൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് ഔട്ടർ കോട്ടിങ് മാത്രമേ കുക്കാവാനുള്ളൂ. ഇൻസൈഡ് കംപ്ലീറ്റ് കുക്കായതാണ്. അതുകൊണ്ട് തന്നെ വേഗം റെഡിയായി കിട്ടും നമുക്ക് സുഖിയൻ. അധികം ബുദ്ധിമുട്ടില്ലാത്ത ജോലിയാണ് സുഖിയൻ ഉണ്ടാക്കുക എന്നുള്ളത്. ഇതൊന്ന് കുക്കായി വരട്ടെ. മൈദയുടെ കോട്ടിംഗ് ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സുഖിയൻ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. ഇപ്പോൾ വിട്ട് കിട്ടുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടൊന്നും വിചാരിക്കേണ്ട. ഇത് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ വിടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ.
ഒരുമിച്ച് തന്നെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് മറിച്ചിടാൻ എളുപ്പമായിരിക്കും. ഇനി ഈ സൈഡും ഒന്ന് കുക്കായി വരട്ടെ. ഒരുപാട് കളറ് മാറ്റിയെടുക്കണ്ട കേട്ടോ, വല്ലാതെ ബ്രൗൺ കളറാക്കി എടുക്കണ്ട. ഒന്ന് മൈദ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ അവൽ ചേർത്തിട്ടും അവൽ ചേർക്കാതെയും ഒക്കെ നിങ്ങൾ സുഖിയൻ ഉണ്ടാക്കി നോക്കിക്കോളൂ. എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് ചെറുപയർ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമ്മളൊരു ഏത്തപ്പഴം സുഖിയൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നീതാസ് ടേസ്റ്റ്ലാൻഡ് ഏത്തപ്പഴം സുഖിയൻ എന്ന് പറഞ്ഞ് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റെസിപ്പി കിട്ടും. ഈ സൈഡും കൂടി കുക്കായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അധിക സമയമൊന്നും വേണ്ട, ജസ്റ്റ് ഒരു മിനിറ്റിൽ താഴെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രൈ ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സുഖിയൻ ഫ്രൈ ആയി കഴിഞ്ഞു. ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റാണ്. ഈ ഒരു കളറാവുന്നുള്ളൂ, അതിൽ കൂടുതലാക്കിയിട്ട് നമ്മൾ എടുക്കുന്നില്ല. ഈ ഒരു കളറാവുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സുഖിയനെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒരു ലൈക്കും കൂടി തരാനും മറന്നു പോരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾ ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ സമയം കുറവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സുഖിയനൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സൺഡേ വീട്ടിൽ നിൽക്കുമ്പോൾ ഇതുപോലെ എല്ലാം മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. ജോലി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് വേഗം തന്നെ ബോൾസ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അതുപോലെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.